ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2022 നമ്മളുടെ SSLC എക്സാമിന് ചോദിച്ചിട്ടുള്ള അഥവാ മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. 2022 നമ്മുടെ നാലാമത്തെ ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. അപ്പോൾ ഏതൊക്കെയാണ് ചോദ്യങ്ങൾ, എങ്ങനെ അതിൻ്റെ ഉത്തരം എഴുതാന്നുള്ളത് നമുക്ക് നോക്കാം. A strip of width 4 cm is attached to one side of a square to form a rectangle. The area of the new rectangle is 77 square centimeter. ഒരു സമചതുരത്തിന്റെ ഒരു വശത്ത് 4 സെന്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരം വെച്ച് മറ്റൊരു ചതുരം ഉണ്ടാക്കുന്നു. പുതിയ ചതുരത്തിന്റെ പരപ്പളവ് 77 ചതുരശ്ര സെന്റിമീറ്റർ. If we take the width of the new rectangle as x, what will be its length? പുതിയ ചതുരത്തിന്റെ വീതി x എന്നെടുത്താൽ നീളം കണ്ടെത്തുക. Find the measure of the sides of the square by constructing an equation. ഒരു സമവാക്യം രൂപീകരിച്ച് സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം കാണുക. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മളുടെ സ്ക്വയർ എന്ന് പറയുന്നത്. ഈ സ്ക്വയറിന്റെ ഒരു അറ്റത്ത് നമ്മളൊരു റെക്റ്റാങ്കിൾ ഫിറ്റ് ചെയ്തു, അറ്റാച്ച് ചെയ്തു, ഒരു ചതുരം അറ്റാച്ച് ചെയ്തു. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നമ്മൾ എക്സ് എന്നെടുത്തു. ഈ സൈഡ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ സ്ക്വയറിൻ്റെ സൈഡും എന്ത് തന്നെ ആയിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ഇതും എക്സ് ആണ്, സ്ക്വയറിൻ്റെ ഒരു സൈഡ് അല്ലേ? ഓക്കെ, അപ്പോൾ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എക്സ് ആയപ്പോൾ എന്തുകൊണ്ട് എക്സ് ആയത് ഞാൻ പറഞ്ഞു. ഇവിടെ എക്സ് ആയതുകൊണ്ട് ഈ 3 ലെങ്ത്തുകളും സെയിം ആയിരിക്കും. എങ്ങനെയാണ്? ഈ ലെങ്ത് എക്സ് ആയതുകൊണ്ട് ഇവിടെയും എക്സ് ആയിരിക്കും, ഇവിടെ എക്സ് ആയിരിക്കും. ഇത് സ്ക്വയറിന്റെ സൈഡുകളാണ്, അപ്പോൾ ഈ 2 സൈഡും എക്സ് തന്നെ ആയിട്ട് മാറും. ഇനി നമുക്ക് കാണേണ്ടത് ഈ നീളാണ്. ഇവിടെ എക്സ് ആണ്, ഇത് 4 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയായി? എക്സ് പ്ലസ് 4 എന്നായി. ഓക്കെ, അപ്പോൾ നീളം എത്രയായി? എക്സ് പ്ലസ് 4 ആയി. ഇനി ഏരിയ തന്നിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഏരിയ തന്നിട്ടുണ്ട് 77 ആണ്, 77 ആണ്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ലെങ്ത് എക്സ് പ്ലസ് 4 ആണ്, ബ്രെഡ്ത്ത് എക്സ് ആണ്. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ബ്രാക്കറ്റിന് പുറത്തുള്ള ടേമിന് ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ കിട്ടും, എക്സ് ഇൻറ്റു 4 4x കിട്ടും. ഓക്കെ, ഇനി എക്സിൻ്റെ എന്താ പറയുക, എക്സിൻ്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ ആണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. സ്ക്വയർ കംപ്ലീഷൻ. എക്സിന്റെ കൂടെയുള്ള സംഖ്യ ആരാ? 4. അതിന്റെ പകുതി 2. 2ന്റെ സ്ക്വയർ 2 ഭാഗത്തും ആഡ് ചെയ്യുക. ഇനി എക്സ് സ്ക്വയർ എന്ന് എക്സ് എടുക്കുക, ഇവിടെ പ്ലസ് ആണ്. 2 സ്ക്വയർ എന്ന് 2 എടുക്കുക. അപ്പോൾ എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 77 പ്ലസ് 44. 77 പ്ലസ് 44 എത്രയാ? 81. സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം. റൂട്ട് 81. ഇവിടെയും പ്ലസ് ഓർ മൈനസ് എടുക്കാത്തത് എന്തുകൊണ്ടാ? ഇതൊരു റെക്റ്റാങ്കിളിന്റെ സൈഡ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ റൂട്ട് 81 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. ഈ പ്ലസ് 2 അപ്പുറം പോകുമ്പോൾ എന്താവും? -2 ആവും. ദെൻ 9 - 2 7. അപ്പോൾ ഈ സ്ക്വയറിന്റെ ഒരു സൈഡ്, സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. ഓക്കെ, എക്സ് ആണ് നമ്മൾ എടുത്തിരുന്നത്, അത് നമുക്ക് 7 എന്ന് കിട്ടി. അടുത്ത്, the product of a number and 5 more than that number gives 104. ഒരു സംഖ്യയും അതിനോട് 5 കൂട്ടിയ സംഖ്യയും തമ്മിലുള്ള ഗുണനഫലം 104 ആണ്. If we take the first number as x, what will be the second number? സംഖ്യ x എടുത്താൽ രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കും? ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ യൂസിങ് ദ ഗിവൺ ഡീറ്റെയിൽ. തന്നിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു രണ്ടാംകൃതി സമവാക്യം ഉണ്ടാക്കുക. ഫൈൻഡ് ദ നമ്പർ, സംഖ്യ കണ്ടുപിടിക്കുക. ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 5 മോർ ദാൻ ദാറ്റ് നമ്പർ. ഒരു സംഖ്യയും അതിനോട് 5 കൂട്ടിയ സംഖ്യയും. അപ്പൊ ഫസ്റ്റത്തെ സംഖ്യനെ ഞാൻ എക്സ് എന്ന് എടുത്താൽ അടുത്ത സംഖ്യ എന്തായിരിക്കും? ആദ്യത്തെ സംഖ്യയുടെ 5 കൂട്ടണം എന്നല്ലേ പറഞ്ഞത്? അപ്പൊ എക്സിനോട് 5 കൂട്ടണം, അപ്പൊ എക്സ് പ്ലസ് 5 വരും. ഓക്കെ, ഇനി ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യണം. ഈ 2 സംഖ്യകളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 104 ആണ്. അപ്പൊ എക്സും എക്സ് പ്ലസ് 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 104 കിട്ടും. ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 5 5x. अब इक्वेशन आई x² + 5x = 104.
ഇനി ഞാൻ ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ പോകണ്ടോ. ഇവിടെയും ഞാൻ സ്ക്വയർ കംപ്ലീഷനാണ് യൂസ് ചെയ്യുന്നത്. -b+or- അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, സ്ക്വയർ കംപ്ലീഷനാണ്. എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ 5 ആണ്. 5ൻ്റെ പകുതിയുടെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യണം. 5ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് നിങ്ങൾ എടുക്കണ്ട. 5ൻ്റെ പകുതി എന്ന് പറയുന്നത് 5/2 ആണ്. അതിൻ്റെ സ്ക്വയർ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യാൻ കൊടുത്തു. ഇനി എക്സ് സ്ക്വയർ എന്ന് എക്സ് എടുക്കുക, 5/2 ദ ഹോൾ സ്ക്വയർ എന്ന് 5/2 എടുക്കുക. ഇവിടെ പ്ലസ് ആണ്. അപ്പൊ എക്സ് പ്ലസ് 5/2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 104 പ്ലസ് 5ൻ്റെ സ്ക്വയർ 25, 2ൻ്റെ സ്ക്വയർ 4. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 16, 1 4 4, 416 എന്ന് കിട്ടും. ഓക്കെ, 416 പ്ലസ് 25 ഡിവൈഡഡ് ബൈ, അതായത് ഇവിടെ ഒരു 1 ഉണ്ടാവും. 104 × 4 416 പ്ലസ് 1 × 25 25 ഡിവൈഡഡ് ബൈ 1 × 4 4. 416ലേക്ക് 25 കൂട്ടാണ്. 6 5 11, 2 1 3 1 4, 441 കിട്ടും. ഓക്കെ, അപ്പൊ x plus 5/2 the whole square is equal to 441 divided by 4 എന്ന് കിട്ടും. ഇനി ഇതിന്റെ റൂട്ട് എടുക്കുക, പ്ലസ് ഓർ മൈനസ്. ഇവിടെ നമ്മളോട് പോസിറ്റീവ് നമ്പർ എന്നൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒരു നമ്പറിനെ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പ്ലസ് ഓർ മൈനസ് എടുത്തത്. 441 റൂട്ട് ഉണ്ട്, അത് നമുക്കറിയാം എത്രയാ? 21 ആണ്. 4നും റൂട്ട് ഉണ്ട്, അത് എത്രയാ? 2 ആണ്. ഞാനതിനെ സ്പ്ലിറ്റ് ചെയ്തു, പ്ലസും മൈനസും വെച്ചുകൊണ്ട്. ഇനി ഈ പ്ലസ് 5/2നെ 2നെയും നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ഓക്കെ, 2ൻ്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പോൾ 21 5 കുറച്ചാൽ മതി. 21 5 കുറക്കുക. അപ്പോൾ 21 5 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? ഡിനോമിനേറ്റർ സെയിം ആക്കിയത് ഒന്നുകൂടി എഴുതിയെന്നുള്ളൂ കേട്ടോ. ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ ഒറ്റ ഡിനോമിനേറ്റർ എടുക്കാൻ, ന്യൂമറേറ്ററുകൾ തമ്മിൽ ചെയ്യാം. 16 കിട്ടും. ഇവിടെ രണ്ടും നെഗറ്റീവാണ്, ഇതും നെഗറ്റീവാണ്, ഇത് നെഗറ്റീവ്. അപ്പോൾ സംഖ്യകൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ 16/2 8 കിട്ടും. -26/2 -13 കിട്ടും. അപ്പോൾ 8ഉം -13 ഈ രണ്ട് നമ്പറുകളിൽ ഏതോ ഒന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ 8 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത നമ്പർ എത്രയായിരിക്കും? 8ലേക്ക് 5 കൂട്ടിയാൽ 8 2 13 13 ആയിരിക്കും. ഇനി ഇവിടെ -13 ആണെന്നുണ്ടെങ്കിലോ അതിലേക്ക് 5 കൂട്ടുമ്പോൾ നമുക്ക് -8 കിട്ടും. ഓക്കെ, നെഗറ്റീവിന്റെ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, സംഖ്യകൾ രണ്ടും സെയിം ആണ്. ഒന്ന് 8ഉം 13, അല്ലെങ്കിലോ 8ഉം -8ഉം -13. ഓക്കെ, 8 ആണെന്നുണ്ടെങ്കിൽ 8ലേക്ക് 5 കൂട്ടി നോക്കിയാൽ 15 കിട്ടും. -13 5 കൂട്ടുമ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുകയല്ലേ ചെയ്യുക. അപ്പൊ 13 5 പോയാൽ 8 കിട്ടും. വലുതിൻ്റെത് മൈനസ് ആയതുകൊണ്ട് -8 എന്നും കിട്ടും. ഓക്കെ, ഈ രണ്ട് നമ്പറുകളുടെ കൂടെ 5 കൂട്ടിയിട്ട് അതിന്റെ പ്രൊഡക്റ്റ് കണ്ടാൽ നമുക്ക് എത്ര കിട്ടും? 104 കിട്ടും. അപ്പൊ -8ഉം -13 വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ 104 ആവുക? മക്കളെ, -8ഉം -13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ട് നെഗറ്റീവ് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെന്താവും? പോസിറ്റീവ് ആവും. അപ്പോഴും നമുക്ക് പോസിറ്റീവ് നമ്പർ തന്നെ ആൻസർ ആയിട്ട് കിട്ടുക. ഇത്രയും ചോദ്യങ്ങളാണ്, ഈ 2 ചോദ്യങ്ങളാണ് ഈ വർഷം എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ, നമ്മുടെ എക്സാം കൂടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.